ഹലോ. പിന്നെ എനിക്ക് ഡ്യൂട്ടി ഒന്നുമില്ല, അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ ഉപകാരമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. എന്നിട്ട് മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിവിടെ അയർലൻഡിലേക്ക് വരുന്നതിന് മുന്നേ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ ഒരുമാതിരി സെറ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കൺഫ്യൂഷൻ വന്നതെന്ന് തന്നെ എന്നാന്ന് വെച്ചാൽ, ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് വരണം എന്നുള്ളതായിരുന്നു മെയിനായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇവിടെ അയർലൻഡിലുള്ള കുറേ കൂട്ടുകാരെയൊക്കെ വിളിച്ചു. പിന്നെ നാട്ടിൽ, അതായത് അയർലൻഡിലും യു കെയിലൊക്കെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ള ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. അങ്ങനെ അങ്ങനെ കുറേ പേരോടൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ മേടിക്കണമെന്ന് പറയും. അതെന്തായാലും മേടിച്ചുകൊണ്ട് പോകണം, അത് അത്യാവശ്യമായിട്ട് മേടിച്ചുകൊണ്ട് പോകണം, ഇത് അത്യാവശ്യമായിട്ട് മേടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അങ്ങനെ പറഞ്ഞതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിക്കാത്തലോണിൽ നിന്ന് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങാം, അതായത് തെർമൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡിക്കാത്തലോണിൽ നിന്ന് വാങ്ങണം. പിന്നെ തെർമൽ സോക്സ്, ചിലർ പറഞ്ഞു ജോക്കിയിൽ പോയിട്ട് ജോക്കിയുടെ തെർമൽസ് നല്ലതാണെന്ന് പറയുന്നു. പിന്നെ നീ അത് മേടിച്ചിട്ട് പോകണം, മോയ്സ്ചറൈസർ മേടിച്ചിട്ട് പോകണം, അവിടെ ലിപ് ബാം വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഇത് ഇങ്ങനത്തെ കിട്ടിയ ഈ അറിവിൻ്റെയൊക്കെ പുറത്ത് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി. ലാസ്റ്റ് വെയിറ്റും കൂടുതലാണ്. നമുക്ക് 30 kg, ഞാൻ വന്നപ്പോൾ 30+7 ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് വെയിറ്റ് കൊണ്ടുവരാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അത്രയും അതിൽ കൂടുതൽ സാധനങ്ങളായി. അങ്ങനെ കുറേ സാധനങ്ങൾ നാട്ടിലിട്ടു, കുറേ സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോന്നു, കുറേ ഡ്രസ്സൊക്കെ വാങ്ങി. നമ്മൾ വീട്ടിലിടാനും പുറത്ത് പോകാനും ഒക്കെ ഇഷ്ടം പോലെ ഡ്രസ്സുകൾ വാങ്ങി, ജാക്കറ്റ് വാങ്ങി, അതിനെല്ലാം വാങ്ങിയിട്ട് ലാസ്റ്റ് ഇത് കൊണ്ടുവരാൻ പറ്റാതെ ആയി. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ എന്താ ഉപയോഗമുള്ള സാധനങ്ങളൊക്കെ നാട്ടിലായിപ്പോയി. ഈ കുറേ കൊണ്ടുവന്ന സാധനങ്ങൾ ഇവിടെ എനിക്ക് യൂസ് ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് എൻ്റെ ഇടയ്ക്ക് ഉണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ ഇനി വരുന്ന ആൾക്കാർക്ക് എൻ്റെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ചിലർക്കെങ്കിലും അത് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, ഒരു ജോലിയൊക്കെ കിട്ടി നമ്മൾ ജോലിക്ക് വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ മെയിനായിട്ടും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഹോട്ടൽസ് അങ്ങനെ കാര്യങ്ങളൊക്കെ അത്ര അവൈലബിൾ ആയിരിക്കത്തില്ല, നമ്മുടെ നാട്ടിലെ പോലെ അല്ലെങ്കിൽ GCCയിലെ പോലെ നമുക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഒരു കുക്കർ അത്യാവശ്യമാണ്. ഇവിടെ ഏഷ്യൻ സ്റ്റോറിൽ അല്ലെങ്കിൽ മലയാളി സ്റ്റോറിലൊക്കെ നമുക്ക് ഈ കുക്കറൊക്കെ വാങ്ങാൻ കിട്ടുള്ളൂ. കിട്ടാൻ പാടാണ്, കിട്ടിയാൽ തന്നെ അത് ഭയങ്കര വിലയാണ്. ഇപ്പം നാട്ടിലെ 12,000, 13,000, 15,000, 17,000 ഒക്കെ കൊടുക്കേണ്ടി വരും ഇവിടെ ഒരു കുക്കർ വാങ്ങാൻ. അപ്പം നമ്മൾക്ക് എന്തായാലും നമ്മൾ കുക്ക് ചെയ്തായിരിക്കും നമ്മൾ 99.9% നമുക്കിവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഒരു കുക്കർ അത്യാവശ്യമായിട്ടും കൊണ്ടുവരണം. ഒരു 3 ലിറ്ററിൻ്റെ, ഒറ്റയ്ക്കാണെങ്കിൽ ഒരു 3 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു 5 ലിറ്ററിൻ്റെ ഒരു കുക്കർ അത്യാവശ്യമായിട്ടും കൊണ്ടുവരണം. പിന്നെ വേണ്ടത് ഒരു ഫ്രൈങ് പാൻ, അത് ഒരു തോരൻ വെക്കാനും മറ്റേ ഫ്രൈ ചെയ്യാനും ഒക്കെ പാകത്തിന് ഒരു 2-in-1 എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു ഫ്രൈങ് പാൻ മേടിച്ചുകൊണ്ട് വരാം. പിന്നെ ഒരു വുഡിൻ്റെ ഒരു സ്പൂൺ പോലെ അല്ലെങ്കിൽ കടായി നമ്മൾ യൂസ് ചെയ്യുന്ന ഇതിപ്പോൾ സ്പാച്ചുല പോലത്തെ അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വരാം, അത് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കടായി, ചെറിയൊരു കടായി. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പ്ലേറ്റ് ഒന്നും വേണ്ട, അതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് മേടിക്കാൻ പറ്റും. അതിനൊക്കെ ഭയങ്കര ഇവിടെ ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടും. അങ്ങനത്തെ സാധനമൊന്നും കൊണ്ടുവരണ്ട. പക്ഷേ ഒരു കുക്കർ വേണം, ഒരു ഫ്രൈങ് പാൻ വേണം, ഒരു കടായി വേണം, ഇത് അത്യാവശ്യമാണ്. അത്യാവശ്യമായിട്ട് നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്പാച്ചുലയും 1-2 സ്പാച്ചുലയും കൊണ്ടുവരണം. അത് അത്രയും മതി സത്യം പറഞ്ഞാൽ നമുക്ക് കുക്കിങ്ങിന്. ഒരു വീട് നമുക്ക് അത്യാവശ്യം ചോറും കറിയും ഒക്കെ വെക്കാൻ അത് മതി. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫ്ലാസ്ക് കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി ഒരു 3 ഗ്ലാസ് വെള്ളം കൊള്ളുന്ന, അല്ലെങ്കിൽ 4 ഗ്ലാസ് വെള്ളം കൊള്ളുന്ന ഒരു ഫ്ലാസ്ക്, അത് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒരു അത്യാവശ്യം ഒരു സാധനം എന്ന് വെച്ചാൽ അയൺ ബോക്സാണ്. അയൺ ബോക്സും ഇവിടെ ഭയങ്കര റേറ്റാണ്. അതുമല്ല നമുക്ക് കിട്ടാനും പാടാണ്, ഭയങ്കര റേറ്റുമാണ്. അപ്പോൾ ഒരു അയൺ ബോക്സ് ചെറുത് നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കത് കുറച്ച് നാളത്തേക്ക് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഞാനൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമുക്ക് യൂണിഫോം അയൺ ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. യൂണിഫോമൊക്കെ അയൺ ചെയ്യണം, മെയിനായിട്ട് അതാണ് വരുന്നത്. അപ്പം പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിലല്ലേ ഡ്രസ്സ് വാഷ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴും ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഭയങ്കര ചുളുങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു അയൺ ബോക്സ് എന്തായാലും ഇവിടെ ആവശ്യം വരും. അപ്പോൾ ആ ഒരു അയൺ ബോക്സ് മേടിച്ചുകൊണ്ട് വരുന്നത് അത്യാവശ്യമായിരിക്കും, മേടിച്ചുകൊണ്ട് വരുന്നത് നല്ലതായിരിക്കും.
പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ എന്നെ വിചാരം മുന്ന വിചാരം എന്നാണല്ലോ. അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് മറ്റേ സ്പൈസസ് പൊടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ഇവിടെ എല്ലാവരും മലയാളീസ് എല്ലാവരും വരുമ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച്, അതായത് അത്യാവശ്യം കുറച്ച് നാളത്തേക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരും. അപ്പോൾ ഞാൻ അതിൻ്റെ അന്ന് കുറച്ച് മുളക് പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് മല്ലിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഈ ഏലക്ക, പട്ട, ഗ്രാമ്പൂ, അങ്ങനത്തെ സാധനങ്ങൾ കുറച്ച്. അതായത് ഈ റൈസും ഈ ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ആ സാധനങ്ങൾക്കൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ്. അത് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജീരകം, ഉലുവ, കായം, അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അത് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ച് അങ്ങനെ യൂസ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പം അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ കുറേ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ജാക്കറ്റ് ഇട്ട് ഫുള്ള് മൂടി പൊതിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ എത്ര ഡ്രസ്സ് കൊണ്ടുവന്നാലും അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പുറത്ത് കാണിച്ച് നമ്മൾ നടക്കുന്നതെന്ന് വെച്ചാൽ സമ്മർ സമയത്താണ്. ഇപ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ ആൾക്കാർ ജാക്കറ്റ് ഇല്ലാണ്ടൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ സമ്മർ സമയത്ത് നമുക്ക് ഡ്രസ്സ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് കുറേ ഡ്രസ്സുകളൊന്നും വാങ്ങിക്കൊണ്ട് വരേണ്ട ഒരാവശ്യവുമില്ല. പിന്നെ ഇവിടെ നമ്മുടെ ഇപ്പം ഡെൻസിലാണെങ്കിലും പെൻസിലാണെങ്കിലും അങ്ങനത്തെ ഇവിടുത്തെ കടകളിലൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ഡ്രസ്സുകളൊക്കെ വാങ്ങാൻ കിട്ടും. വലിയ റേറ്റ് ഇല്ലാണ്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അതുമല്ല, നമ്മൾ നാട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഡ്രസ്സുകളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒരു 3-4 ടോപ്പും 2 ജീൻസും ഉണ്ടെങ്കിൽ ഇവിടെ ലാവീഷായിട്ട് ജീവിക്കാം. അപ്പോൾ അങ്ങനെ 2-3 ജീൻസും ഒരു 3-4 ടോപ്പും പിന്നെ ഇന്ന വയസ്സൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നതായിരിക്കും നല്ലത്. ഇവിടെ അതിന് അത്യാവശ്യം നല്ല റേറ്റുമാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലത്തെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഡ്രസ്സിൽ തന്നെ ആയിരിക്കും, നമ്മുടെ ഇന്നർ വെയേഴ്സിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് നമ്മൾക്ക് വേണ്ട ഇന്നർ വെയേഴ്സ് നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഡ്രസ്സുകൾ ഒത്തിരി ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. പിന്നെ തെർമൽസിൻ്റെ കാര്യം, ഞാൻ നാട്ടിൽ നിന്ന് കുറേ തെർമൽസ് വാങ്ങിക്കൊണ്ട് വന്നു. ഒരു 8-9 എണ്ണം ഞാൻ വാങ്ങിയിട്ട് 9 പെയർ തെർമൽസ് 8-9 പെയർ തെർമൽസ് ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആ തെർമൽസൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുക. നമുക്ക് ഇവിടെ പിന്നെ വീട്ടിലിടാനുള്ള കുറച്ച് ഡ്രസ്സുകൾ ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, സോക്സ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീട്ടിൽ ഇപ്പം ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതാണ്. ഇതൊക്കെ ഇവിടെ 10 യൂറോ 12 യൂറോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാനുള്ള ഡ്രസ്സുകൾ നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത്. നാട്ടിൽ നിന്ന് ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന ഒരു ഡ്രസ്സും എനിക്ക് ഇവിടെ വന്നിട്ട് യൂസ് ചെയ്തിട്ട് നമുക്കത് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഭയങ്കര തണുപ്പാണ്. അത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനത്തെ ഡ്രസ്സുകൾ വാങ്ങിയാൽ നമുക്ക് കംഫർട്ടബിളായിട്ട് നമുക്ക് വീട്ടിൽ കൂടെ ഒക്കെ ഇട്ടുകൊണ്ട് നടക്കാം. അപ്പോൾ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ 1-2 വാങ്ങിയിട്ട് വന്നാൽ മതി. ബാക്കിയുള്ളത് ഇവിടെ വന്നിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. അത് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന വേസ്റ്റ് ഓഫ് മണിയാണ്. തെർമൽസ് ആണെങ്കിലും 1-2 നിങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങിയാൽ മതി. പിന്നെ ബാക്കി ഇവിടെ വന്നിട്ട് വാങ്ങുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കുറേ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങൾ ഷാമ്പൂ, മോയ്സ്ചറൈസർ, മറ്റേ കണ്ടീഷണർ, ഇത് അങ്ങനത്തെ സാധനങ്ങൾ, ഷവർ ജെല്ല്, അങ്ങനെ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങി. ഇവിടെ വന്നിട്ട് പെട്ടെന്നൊരു ക്യാഷ് നമ്മുടെ കയ്യിൽ അത്രയും സ്പെൻഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ നിന്ന് അത് വാങ്ങിക്കൊണ്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിനൊക്കെ നാട്ടിലേക്കാളും വിലക്കുറവ് ഇവിടെയാണെന്ന്. അതല്ല, നിവിയുടെയൊക്കെ വലിയ കണ്ടീഷണറൊക്കെ ഞാൻ വാങ്ങിയിട്ട് വന്നിട്ട് അതിനൊക്കെ ഒന്നാമത്തെ കാര്യം ഭയങ്കര വെയിറ്റാണ്, നല്ല വെയിറ്റാണ് അതിനൊക്കെ. പിന്നെ അതിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം നാട്ടിൽ മേടിച്ച അതേ റേറ്റിൽ അല്ലെങ്കിൽ അതിലും കുറഞ്ഞ വിലയിലാണ് എനിക്ക് ആ സാധനങ്ങളൊക്കെ എനിക്ക് ഇവിടെ ലിഡിലും ടെസ്കോയിലും ഒക്കെ വാങ്ങാൻ കിട്ടിയത്. അപ്പം അതൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നത് വലിയൊരു അബദ്ധമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ മോയ്സ്ചറൈസറും കണ്ടീഷണറും ഷാമ്പൂ, ഷവർ ജെല്ല്, അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ വന്നിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ തെർമൽ സോക്സുകൾ, തെർമൽസ് ഒക്കെ ഇവിടെയും വിലക്കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ മേടിക്കുന്ന അത്രയും തന്നെ വില ഇവിടെ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടുത്തെ മേടിക്കുമ്പം അത് ഈ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന സാധനങ്ങളായിരിക്കും. അപ്പം അതായിരിക്കും നമുക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക്
ഇവിടുത്തെ രീതി ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഡ്രസ്സുകൾ ഇവിടെ വന്നിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. അങ്ങനെ അതാണ് ഒരു കാര്യം. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം, പിന്നെ നമുക്ക് സ്പെക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ്. പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾക്കൊക്കെ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ, ഇപ്പോൾ കണ്ണാടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഒരെണ്ണം കൂടി കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെ മേക്കപ്പ് സാധനങ്ങൾ, ഐലൈനർ, അങ്ങനെ ഐലൈനറോ ലിപ്സ്റ്റിക്കോ ഒരു കാജലൊക്കെ വേണമെങ്കിൽ വാങ്ങിയിട്ട് വരാം, കുഴപ്പമില്ല. പക്ഷേ ഈ മോയ്സ്ചറൈസറും ക്രീമും അങ്ങനത്തെ സാധനങ്ങളൊന്നും നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. പിന്നെ കുറച്ച് പയറ്, പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ച് നാൾ പെട്ടെന്ന് നമുക്കൊരു എക്സ്പെൻസ് ആവാതെ നമുക്കിവിടെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ അവർ കുറച്ച് ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ മോയ്സ്ചറൈസറും ഈ ലിപ് ബാമും ക്രീമും ഒന്നും ഇല്ലാണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു ഇൻകം, അല്ലെങ്കിൽ ഈ മാസം വന്ന അടുത്ത മാസം ഒരു ഇൻകം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ച് സൈസ് കുറഞ്ഞത് ചെറിയത് വാങ്ങിക്കൊണ്ട് വരികയാണെങ്കിൽ അവർക്ക് കുറച്ച് നാളൊരു ജോലി കിട്ടുന്നവരെയൊക്കെ ഇവിടെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു ഇലക്ട്രോണിക്സ്, ഒരു മിക്സിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. മിക്സിക്കൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ്. പിന്നെ സ്പൈസസിന് ഇവിടെ ഭയങ്കര റേറ്റാണ്. നമ്മുടെ പൊടികൾക്കൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ്. പക്ഷേ ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ ഇത് നമ്മുടെ നാട്ടിലെ സ്പെഷ്യലി ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇവിടെ ആരും അങ്ങനെ യൂസ് ചെയ്യുന്ന സാധനമൊന്നുമല്ല. അപ്പം നമ്മൾ മലയാളീസും ഈ ഏഷ്യൻസും മാത്രമേ ഉള്ളൂ ഇതൊക്കെ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഇവിടെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത ഇവിടെ വിലക്കുറവിൽ കിട്ടുന്ന സാധനങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരാതെ ഇവിടെ വിലയുള്ള നമ്മുടെ സാധനങ്ങൾ കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ വലിയ കുഴപ്പമില്ലാതെ ഇവിടെ കാര്യങ്ങൾ ഓടിക്കാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഇങ്ങനെയൊക്കെ കുറച്ച് ഓർഗനൈസ് ചെയ്ത് സാധനങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. ബൈ ബൈ.